കഴിഞ്ഞ ദിവസം ദുബായ് മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ ആ പരിപാടി നിർത്തിവെച്ച് അതുവഴി കടന്നു വന്ന മറ്റൊരു പരിപാടിയിലേക്ക് കടന്നു വന്ന ഷാഹിദ് അഫ്രീദിയെ സ്വീകരിക്കുകയും വലിയ രീതിയിൽ അവർ സെൽഫി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യക്കെതിരായ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്നവർക്ക് അത് കണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ജസ്റ്റ് ഒരു മലയാളി സോങ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. മലയാളി പാകിസ്ഥാൻ ബന്ധത്തിന്റെ മറ്റൊരു തെളിവ്. ഷാഹിദ് അഫ്രീദിയെ കാണുമ്പം ചിരിക്കുന്നു, സെൽഫി എടുക്കുന്നു. എന്ത് തോന്നുന്നു? രാഹുൽ ഈശ്വർ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല അദ്ദേഹം വിമർശനത്തിനൊക്കെ ഓക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുന്ന അദ്ദേഹത്തിന് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഓപ്പൺനെസ് ഉണ്ട് ഈ വ്യക്തിയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹം ഈ ഒരു വിഷയത്തിലെടുത്ത നിലപാട് ഒട്ടും ശരിയായില്ല. കാരണം നമ്മൾ കടന്നുപോയ ആ ഒരു വേദന, അതായത് 26 കുടുംബങ്ങളുടെ വേദന, ചിലർക്ക് അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ടു, അച്ഛൻ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫേസിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പം ഇന്ത്യയുടെ ഓരോ സിറ്റിസണായിരിക്കുന്ന ഓരോ വ്യക്തിയും വേദനിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ അങ്ങനൊരു സംഭവം നടന്നിട്ട് അധികം അതിൻ്റെ ചൂട് അറിയിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ഷാഹിദ് അഫ്രീദിയെ പോലെ ഇന്ത്യയെ വലിയ രീതിയിൽ പരിഹസിക്കുന്ന, ഒരു ട്വിറ്ററിലൊക്കെ ഇന്ത്യൻ ആർമിയെ തന്നെ ഇന്നെഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്ന, ഇന്ത്യൻ ആർമിയുടെ ഇന്നെഫിഷ്യൻസിയാണ് ഇതൊക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള, പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് പോലും വലിയ തോതിൽ സപ്പോർട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഷാഹിദ് അഫ്രീദിയെ ഇങ്ങനൊരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും വലിയ രാജകീയമായൊരു വരവേൽപ്പാണ് അദ്ദേഹത്തിന് അവിടേക്ക് കൊടുക്കുന്നത് ഈ മലയാളി അസോസിയേഷൻ. അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ആളുകൾ, ഇവർ ഇന്ത്യയോട് എന്ത് സെൻറ്റിമെൻറ്റാണ് ഒരു നമ്മുടെ നാഷണൽ സെൻറ്റിമെൻറ്റിനോടൊപ്പം അവർക്ക് എന്തുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം ഈ വേദനയിൽ അവർക്ക് പങ്കുചേരാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മാത്രമല്ല, അവരങ്ങനെ ചെയ്തു എന്നതൊരു ഭാഗത്തുണ്ട്. ഒന്നുകിൽ അവരൊരു അപ്പോളജി പറയുക, എന്നിട്ടത് ഒഴിവാക്കുക വിഷയം. അതിനെ ന്യായീകരിക്കാൻ നോക്കിയിട്ട് ഇതൊരു പറ്റം ഗോഡ്സേവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണെന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ എന്താ പറയുക, ഈ അദ്ദേഹം തന്നെ, ഈ രാഹുൽ തന്നെ പലപ്പോഴും ചർച്ചയിലൊക്കെ പറയുന്നൊരു അഡോമിനം ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. കാരണം ഇതിൽ ഈ വിഷയത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗോഡ്സേവാദികളായി മാറും. അപ്പോൾ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സംഘടനയും വിമർശനത്തിന് വിധേയമല്ലാത്ത സംഘടനയൊന്നുമല്ല. അവരും വിമർശിക്കപ്പെടേണ്ടവരാണ്. തെറ്റ് ചെയ്താൽ നമ്മൾ വിമർശിക്കും. അപ്പം അങ്ങനെ വിമർശിച്ച് കഴിഞ്ഞാൽ അത് ഗോഡ്സേവാദികളായി മാറുകയും അവിടെ എന്താ പറയുക, എല്ലാം നമ്മൾ എന്താ പറയുക, ഒരു വളരെ ന്യൂട്രൽ ലെൻസിലൂടെ കാണണം, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അവാർഡൊക്കെ കൊടുത്ത് പാകിസ്ഥാൻ ആദരിച്ചിട്ടുണ്ടല്ലോ ഷാഹിദ് അഫ്രീദി. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം കാണിച്ച പല കാര്യങ്ങൾക്കുമാണ് ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുക, അതും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് രാജ്യത്തോടുള്ള ഒരു എന്താ പറയുക, ഒരു ശുദ്ധ തെണ്ടിത്തരം എന്ന് അവർ പറയുന്ന വിശദീകരണം ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, ഇവിടേക്ക് വന്നു കയറിയതാണ്. അങ്ങനെ ഒരിക്കലും വന്നു കയറില്ലല്ലോ. അങ്ങനെ ഷാഹിദ് അഫ്രീദി ക്ഷണിക്കാത്തൊരു വേദിയിലേക്ക് ഓടിച്ചെന്ന് കയറി മൈക്കൊക്കെ എടുത്ത് പ്രസംഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളാണ്. അത് രാഹുൽ തന്നെ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു വേദിയിലേക്ക് ഇതുപോലുള്ളൊരു വ്യക്തിയെ കൊണ്ടുവരിക. മാത്രമല്ല ഷാഹിദ് അഫ്രീദി എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഷാഹിദ് അഫ്രീദിക്ക് എന്താ പറയുക, ഇന്ത്യ കാശ്മീർ വിഷയത്തിൽ ഷാഹിദ് അഫ്രീദി എടുത്ത നിലപാടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് അയാൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഷാഹിദ് അഫ്രീദിയുടെ തന്നെ ഒരു ഫസ്റ്റ് കസിൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണോ അതോ അമ്മയുടെ സഹോദരൻ്റെ മകനാണോ എനിക്കറിയാം, ഫസ്റ്റ് കസിൻ ആണെന്ന് പല മാധ്യമങ്ങളും, ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ചിലപ്പം വല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന കാര്യമായിരിക്കും ആക്കി മാറ്റാൻ ശ്രമിക്കും ചിലരൊക്കെ. ഷാഹിദ് അഫ്രീദിയുടെ തന്നെ ഒരു ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള ഷാക്കിബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം ലഷ്കർ എ തോയ്ബയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ കമാൻഡറായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടത് ഈ 2003 സെപ്റ്റംബർ 7 BSFുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ ഷാഹിദ് അഫ്രീദിക്ക് വലിയ തോതിൽ ഇന്ത്യയുമായിട്ടൊരു വിരോധമുണ്ട്. കാശ്മീർ വിഷയത്തിൽ വലിയ തോതിൽ ഇയാൾ അതിനുശേഷം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു തീവ്രവാദിയായിട്ടുള്ളൊരു കസിൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരു ഭാഗത്ത് വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഷാഹിദ് അഫ്രീദി. അപ്പോൾ അത് അയാൾ പല വേദികളിലും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കാശ്മീർ വിഷയം പല സമയത്തായിട്ടും സംസാരിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ നമ്മൾ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിച്ച് ആദരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ളൊരു പ്രതിബദ്ധത അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ സെന്റിമെന്റ് ഉണ്ടാവുമല്ലോ ഈ ഒരു സമയത്ത് ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ആ നാഷണൽ സെന്റിമെന്റിനോടൊപ്പം ചേരുന്നു. തിരിച്ചായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റർ അവിടേക്ക് കടന്നു വരികയും ഒരു പാകിസ്ഥാനികളായിട്ടുള്ളവർ അവരെ സ്വീകരിക്കുകയും ചെയ്താലുള്ള അവസ്ഥ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണ്ടാവുന്ന കോൺസിക്വൻസും വേറെ പലതുമായിരിക്കും. അതെ. പക്ഷെ അതിന് ഇവിടെയുള്ള ന്യായീകരണം വെച്ചാൽ നമ്മൾ പാകിസ്ഥാനെ പോലെ അല്ലല്ലോ എന്നായിരിക്കും ന്യായീകരണ തൊഴിലാളികൾ പറയുക. പക്ഷേ ഈ സമയത്തെങ്കിലും നമുക്ക് മേ ബി ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ സമാധാനത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് നെഗ്ലക്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഇയാളെ കൊണ്ടുവരിക, ആദരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പം അത്ര നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഈ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്ക് നേരെ എടുത്ത പൊസിഷൻ എന്താണ്? ഈ യുദ്ധത്തിൽ അയാൾ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് എടുത്തത്. ഈ യുദ്ധത്തിൽ അയാൾ സ്വരാജിനെ പോലെ യുദ്ധം ഒരു എന്താ പറയുക ഒന്നിനും സമാധാനമല്ല എന്ന് പറയുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അതായത് പാകിസ്ഥാൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും ന്യായീകരിച്ചൊരു ആളാണ്. കാശ്മീരിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ന്യായീകരിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ ഷാഹിദ് അഫ്രീദി. അപ്പോൾ ഷാഹിദ് അഫ്രീദിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഒരു വലിയ രാജകീയമായൊരു ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കൊടുക്കുകയും ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നതാണ് എൻ്റെ ഒരു നിലപാട്. മാത്രമല്ല ഈ അഫ്രീദിയുടെ അവരുടെ ഒരു എന്താ പറയുക ഈ ഒരു അഫ്രീദി ട്രൈബ് എന്ന് പറയുന്നത് 1947 പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഇവർ കാശ്മീർ പിടിച്ചടക്കാൻ നോക്കി. മേജർ ജനറൽ അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി മേജർ ജനറൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ പറഞ്ഞ അഫ്രീദി ട്രൈബിൽപ്പെട്ട ആളുകളെ കാശ്മീരിലേക്ക് വിടുകയും അവർ കാശ്മീരി സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും കാശ്മീരിലെ ആളുകളെ ലൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അവരുടെ സമ്പത്തൊക്കെ ലൂട്ട് ചെയ്യുന്ന ഒരു ട്രൈബൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവരെയാണ് 1947 ഈ മേജർ ജനറൽ അക്ബർ ഖാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഈ അഫ്രീദിയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കാശ്മീർ എല്ലാ കാലത്തും അവർ കാണുന്ന മറ്റൊരു ലെൻസിലൂടെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. അവർക്ക് കാശ്മീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭാഗമാണ് എന്ന രീതിയിലാണ് അഫ്രീദി പലപ്പോഴും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള അഫ്രീദിയെ കൊണ്ടുവന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനിൽ രാഹുൽ ഈശ്വർ പൊതുവെ ദേശീയത ഉയർത്തിപ്പിടിക്കുക, അദ്ദേഹം വസ്ത്രങ്ങളിൽ പോലും പതാകയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത്? അല്ല, അതാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു? അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഈ സംഘടനയുടെ ഇൻഫ്ലുവൻസിൽ അങ്ങനെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ സംഘടനയുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു പക്ഷേ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പൊതുവെ ഒരു നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ ഒരു പക്ഷേ വ്യക്തമാക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഷാഹിദ് അഫ്രീദിയെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് എന്താ പറയുക വലിയ രീതിയിലൊക്കെ അവിടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു. മാത്രമല്ല ആ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ പറയുന്നത് വി ആർ താങ്ക്ഫുൾ ടു ഹാവ് യു ഓൺ ദ സ്റ്റേജ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ക്ഷണിക്കാതെ വന്ന ആളൊന്നുമല്ല അവിടെ, എന്തുകൊണ്ടും ക്ഷണിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ക്ഷണിച്ചിട്ട് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യം കടന്നു പോകുന്നൊരു ഘട്ടം അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഇപ്പോൾ രാഹുൽ ഈശ്വർ ആണെങ്കിലും ഇങ്ങനെയുള്ള സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ പറയേണ്ടത്. മാത്രമല്ല ഷാഹിദ് അഫ്രീദി ഇപ്പോൾ അടുത്ത് പാകിസ്ഥാനിലൊരു റാലി നയിച്ചിരുന്നു, യോമേ തഷ്കർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ യുദ്ധത്തിൽ അവർക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റിയ ഇമ്പാക്റ്റിനെയൊക്കെ വലിയ രീതിയിൽ കാണിച്ചുകൊണ്ടുള്ള അത് തെറ്റായ പ്രചരണമായിരുന്നു. അതൊരു ഫേക്ക് എന്താ പറയുക പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡിസ്റ്റിനെയാണ് ഇവർ ഈ വേദിയിൽ അവതരിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.